മൺചട്ടി ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 8-9 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കളർ മാറി വരുമ്പോൾ 2 പീച്ചിങ്ങ കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ തൊലി അധികം ചെത്തി മാറ്റിയിട്ടില്ല, മുള്ളു മാതിരിയുള്ള ആ ഭാഗം ഒന്ന് ഇത് ചെയ്ത് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളിയും ഒരു ഉള്ളിയും അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വേവിക്കാം. ഇതിൽ ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല, പച്ചക്കറിയിലെ വെള്ളം ഇറങ്ങിയിരിക്കുന്നതാണിത്. 3 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് തവി വെച്ചോ മാഷർ വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പൊട്ടുകടല പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല പൊടി ഇല്ലെങ്കിൽ വറുത്ത കപ്പലണ്ടി തരിതരപ്പായിട്ട് പൊടിച്ചതോ ഇല്ലെങ്കിൽ എള്ള് പൊടിച്ചതോ ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്ത് കൊടുക്കുക, പ്രത്യേക ഒരു രുചിയും ഒരു കൊഴുപ്പും വരും കറിക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു കൂട്ടാൻ റെഡിയാണ്. നിങ്ങൾക്ക് ചുരയ്ക്ക വെച്ചിട്ടും പീച്ചിങ്ങ വെച്ചിട്ടും പീരക്കിങ്ക വെച്ചിട്ടും ചൗച്ചോ വെച്ചിട്ടും ഒക്കെ ഇത് തയ്യാറാക്കാം.